പ്രഭാസ് ഇന്ത്യൻ സിനിമയിൽ 10 വർഷത്തിൽ എന്താ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബിഗ്ഗസ്റ്റ് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിരുന്നു പ്രഭാസ്. അതിന് മെയിൻ കാരണം നോക്കുകയാണെങ്കിൽ തെലുങ്ക് സിനിമയിലെ അദ്ദേഹത്തെ ഫസ്റ്റ് സിനിമ ആയിരുന്നില്ല ബാഹുബലി. പക്ഷേ തെലുങ്ക് സിനിമയിൽ അദ്ദേഹം 2002 തന്നെ അദ്ദേഹം അതിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകൾ അദ്ദേഹം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക റിബൽ സ്റ്റാർ അല്ലെങ്കിൽ ഡാർലിംഗ് എന്ന പേരിലൊക്കെ അദ്ദേഹം തെലുങ്ക് ഇൻഡസ്ട്രിയിലും അവിടെയുള്ള ഫാൻ ബേസിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പക്ഷേ മലയാളിയെ സംബന്ധിച്ചോളം അദ്ദേഹം അത്രയും എന്താ പറയുക വിസിബിളായിട്ടൊരു ആക്ടർ ആയിരുന്നില്ല. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു 80-90% മലയാളികൾക്ക് അറിയാത്തൊരു നടനായിരുന്നു പ്രഭാസ് ബാഹുബലിക്ക് മുമ്പ് വരെ. ആൻഡ് ബാഹുബലി എന്ന ഒറ്റ സിനിമയ്ക്ക് ശേഷം പ്രഭാസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ വലിയൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാഹുബലി 2 നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻഡം നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് പോലെ ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനുശേഷം അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം തന്നെ പലതും കയ്യിൽ നിന്ന് പോയിരുന്നു. ആൻഡ് ഈവൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെ ബഡ്ജറ്റ് തന്നെ 300 കോടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പല സിനിമകളും ബോക്സ് ഓഫീസിന് അത്രയും കളക്ട് ചെയ്യാതെ തന്നെ പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് വലിയൊരു ഫസ്റ്റ് ഡേ